അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അമ്മാ ബഅദ്. പിർസത്തോ സത്യവിശ്വാസിനിമാരെ, റമദാൻ തിങ്കളിൽ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു തിങ്കളായിട്ട് മുസ്ലിം ജീവിതത്തിൽ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ വിശദ അറിയാനായിട്ട് ഒന്നാമത്തായിട്ട് നാം മനസ്സിലാക്കുന്നു, റമദാൻ തിങ്കൾ ചെല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും, അതായത് ആഖിലും ബാലിഗായിട്ടുള്ളോ, റായത്തിൽ മുസാഫിർ അല്ലാത്തോ, അതേപോലെ തഹൂറായിട്ടുള്ളോ, അതായത് ഹൈദ് നിഫാസ് അല്ലാത്ത ഒരു പെണ്ണുങ്ങളുടെ മേലും ഒരു മുഅ്മിനത്തിൻ്റെ മേലും ഇങ്ങനത്തെ എല്ലാ ശുറൂത്തല്ല, ഇങ്ങനത്തെ ಅದರ ನಿಬಂಧನೆ ಎಲ್ಲ ಪೂರ್ತಿಯಾയിട്ടുള്ളതായ എല്ലാ മുഅ്മിനിന്റെ മേലും അള്ളാഹു ഫർദാക്കിയതായിട്ട് റമദാൻ തിങ്കളിലോ ഈ തിങ്കളിലുള്ളതായ നോമ്പ്. അപ്പോൾ ഈ തിങ്കളിലെ നോമ്പ് മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തെ മേൽ ഫർദാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നബി ഹിജ്റ പോയ പിന്നായിട്ടിക്കൽ, നബി ഹിജ്റയിൽ പോയ പിന്നെ ജന്നാമത്തെ ഹിജ്റത്തെ വർഷമായിട്ടിക്കൽ ഈ റമദാൻ തിങ്കളിലെ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയത്. അത് ഷാബാൻ തിങ്കളിലായിട്ട് ചെന്ന് ചില പണ്ഡിതന്മാർ ചെന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലിമ്പ് റമദാൻ നബിയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി ഒലിമ്പ് റമദാൻ തിങ്കൾ കണ്ട് കിട്ടിയത് ചെന്ന് ഇജ്മാ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതേപോലെ റമദാൻ തിങ്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കി ഒരു കാര്യമായിട്ട് ഇബാദത്ത് അത് നോമ്പ് ചെല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറത്തിൽ നമുക്ക് പഠിപ്പിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസിയായിട്ടുള്ള മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാമു നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുടെ ഫർദാക്കിയ നിങ്ങളുടെ മേൽ ഫർദാക്കിയ ചെന്ത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എങ്ങനെ നിങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയിട്ടുള്ളതായ സമുദായത്തിന് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുടെ ഫർദാക്കിയിരുന്നാണ്, അതേപോലെ നിങ്ങളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ തിങ്കളുടെ ഈ നോമ്പുടെ ഫർദാക്കിയ ചെന്ത് ലഅല്ലക്കും തത്തഖൂൻ എന്തിക്ക് അത് നിങ്ങൾ തഖ്വയുള്ളതായ ഉള്ള ആൾമാർ ആകുവാനായിട്ട്. അപ്പോൾ ഈ നോമ്പ് തിങ്കൾ ഈ റമദാൻ തിങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഫർദാക്കിയത് അത് ഞങ്ങൾ തഖ്വയുള്ളതായ ആൾമാർ ആവണം ചെന്തായിരിക്കും ಅದರ ഉദ്ദേശ. അതിന് ഈ നോമ്പ് ഈ ഇബാദത്ത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയത് എത്ര ഉമ്മത്തുണ്ട് അഹ്ലുൽ കിതാബ്, അതായത് യഹൂദി നസാറായിട്ടുള്ളൂ മുന്നോൽ കഴിഞ്ഞു പോയിട്ട് എത്ര സമുദായം ഉണ്ട്. എല്ലാ സമുദായത്തിന് മേലെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തിൽ ഫർദാക്കി ഇന്ന ചെന്തായിരിക്കും നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈ മാസം തിങ്കൾ കൊടുത്ത ഒരു വലിയ ഒരു ഫضലായിട്ട് ഈ തിങ്കളിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കിതാബ് ഈ ഉമ്മത്തരുടെ ഒരു ഗ്രന്ഥ കിതാബായിട്ടുള്ള ഖുർആൻ ഖിയാമത്ത് നാളത്തെ ഒരു ബണ്ട മനുഷ്യന്മാർക്ക് അങ്ങ് സ്വീകരിക്കാനതും അങ്ങ് ഉൾക്കൊള്ളാതെ പോലത്തെ ഒരു ദീൻ ഇസ്ലാമിൻ്റെ കിതാബ് ഖുർആൻ ആയിട്ട് ഈ തിങ്കൾ അവതരിപ്പിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല റിവീലാക്കിയതും. അതേപോലെ ഈ റമദാൻ തിങ്കൾ വിട്ടിട്ടും ഏറ്റവും നല്ല ജാവായിട്ടുള്ളതായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിൻ്റെ ഇടിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ ബൈത്തുൽ ഇസ്സത്ത് ഇറക്കിയതും ഈ ദുനിയാവുള്ളത് ബൈത്തുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് അത് മനസ്സിലാക്കണം. പിന്നെ അതേപോലെ ഈ റമദാൻ തിങ്കൾ ആറ് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നത് ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും. ഈ റമദാൻ തിങ്കളിലോ 6 സാക്ഷിയാർ, അതായത് 6 റമദാൻ തിങ്കൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടാ അവൻ നോമ്പ് പിടിക്കട്ടെ ചെന്ത്. അതായത് 6 ഈ നോമ്പ് റമദാൻ തിങ്കൾ അവൻ്റെ ജീവിതം വന്നപ്പോൾ അവനൊരു റായത്തിൽ മുഖീമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള, അതായത് മുസാഫിറല്ല, അവന് യാത്രക്കാടുള്ള അവസ്ഥയിലില്ല, യാത്രക്കാരായിട്ടുള്ള അവസ്ഥയിലില്ല. അത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ അത് എന്തായിട്ട് ആ റമദാൻ തിങ്കൾ അപ്പം അവൻ നോമ്പിടിക്കോ വാജിബായിട്ട് അവൻ്റെ മേൽ നിർബന്ധമായിട്ട് പിന്നെ അവൻ്റെ റായത്തിൽ നിന്നിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് അവൻ റമദാൻ തിങ്കൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരും. അതേപോലെ ഈ റമദാൻ തിങ്കൾ നോമ്പ് ചെല്ലത് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 5 സ്തംഭത്തിൽപ്പെട്ട ഒരു സ്തംഭമായിട്ട് അർക്കാനുൽ ഇസ്ലാമിലോ വെച്ച ഒരു റുക്കുനായിട്ടിക്കട് റമദാൻ തിങ്കൾ നോമ്പ് ഞങ്ങൾക്കുണ്ട് 5 ആയിട്ടിക്കട് ഇസ്ലാമിൻ്റെ അർക്കാൻ. അതിൽ വെച്ച ഒരു റുക്കുനായിട്ടിക്കട് സൗമു റമദാൻ തിങ്കൾ പിടിക്കുന്നതായ നോമ്പ്. മുസ്ലിം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായ ഒരു ഹദീസിൽ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമത്തി സ്വലാത്തി വ ഈതാഇ സകാത്തി വ സൗമി റമദാന വ ഹജ്ജിൽ ബൈത്ത്. അതായത്
ഇസ്ലാം അത് നിർണ്ണയിക്കപ്പെട്ടത് അത് നിലനിൽക്കുന്നത് 5 സ്തംഭം അങ്ങനെ 5 കാര്യം കൊണ്ടിരിക്കുക, 5 റുക്കുൻ കൊണ്ടിട്ടു. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മേൽ ഷഹാദത്ത്, അള്ളാഹുടെ റസൂലിന്റെ മേലുള്ള ഷഹാദത്ത് കൊണ്ടിട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പേര് ഒരു ഇലാഹില്ല ചെന്ത് അത് അംഗീകരിക്കുക, സാക്ഷി വെച്ചത് കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ റസൂലായിട്ട് ചെന്ത്. അതേപോലെ നിസ്കരിച്ചിട്ടും സക്കാത്ത് കൊടുത്തിട്ടും, അതേപോലെ റമദാൻ തിങ്കളുടെ നോമ്പ് പിടിച്ചിട്ടും, അതേപോലെ ഹജ്ജ് തിങ്കൾ വന്നപ്പോൾ ഹജ്ജ് ആക്കോ സാധിக்கிறവണ് ഹജ്ജാക്കിയിട്ട് ഇതെടുക്കുക 5 ഇസ്ലാമിന് ബദൽപ്പെട്ടതായിട്ട് ഒന്ന് സൗമ് റമദാൻ തിങ്കളിൽ പിടിക്കുക നോമ്പ്. അപ്പോൾ ഈ റമദാൻ തിങ്കളുടെ മേൽ നോമ്പ് ചെല്ലതും അത് എല്ലാവരുടെ മേലും ഫർദായിട്ടിരിക്കും. എല്ലാ മുഅ്മിനീങ്ങളുടെ മേൽ അള്ളാഹുടെ മേൽ ഈമാൻ വെച്ചിട്ടുള്ളത്, റസൂലിൻ്റെ മേൽ ഈമാൻ വെച്ചിട്ടുള്ളത് എല്ലാ മുഅ്മിനിന്റെ മേൽ ഫർദായിട്ടിരിക്കുക സഹോദരന്മാരെ ഈ റമദാൻ തിങ്കൾ നോമ്പ്. അപ്പോൾ ഈ ഫർദായിട്ടുള്ള കാര്യം അതങ്ങനെ ജീവിതത്തിൽ വരുമ്പോത്തും അങ്ങ് അത് അമലാക്കും. ഇതൊരു ഇബാദത്തല്ലേ. അപ്പോൾ ഒരു ഇബാദത്ത് ചെല്ലത് അത് ജീവിതത്തിൽ അങ്ങ് അമലാക്കുമ്പോത്തും ഇബാദത്തിൽ അങ്ങ് ആക്കുമ്പോത്തും അതിനെ പറ്റി അങ്ങ് അറിഞ്ഞിട്ട് വേണം. നമുക്കൊരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പെടുത്തുന്ന പോലെ ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേൽ ദീനുൽ ഇസ്ലാമിൻ്റെ പഠിക്കുന്നത് അത് നിർബന്ധമായിട്ടിരിക്കുന്നത്. അവിടെ പണ്ഡിതന്മാർ ചെന്നത് ഏതൊരു ഇബാദത്ത് ഒരു മുഅ്മിന്റെ മേൽ ഫർദായിട്ടുണ്ടാ അവൻ ആക്കൂ നിർബന്ധമായിട്ടുണ്ടാ. അപ്പോൾ ആ വിഷയ കർമ്മ അവൻ ആക്രമുന്നോളൂ അവൻ അതിൽ വിഷയം പഠിച്ചു വേണം. അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് സംബന്ധപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാം വിഷയം ഉണ്ടാ ആ റമദാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് റമദാൻ തിങ്കൾ നോമ്പ്, അപ്പോൾ നോമ്പ് സംബന്ധി പഠിച്ചിട്ട് എന്തെല്ലാം ഉണ്ടാ അതെല്ലാം ഞങ്ങൾ പഠിക്കാനായിട്ടിരിക്കും. അത് ഞങ്ങളുടെ മേൽ നിർബന്ധമായിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ജഹലുടെ അവസ്ഥയിൽ ഞങ്ങൾ ഗൊന്തില്ലാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഏതൊരു ഇബാദത്ത് ആക്കുത്തില്ല. നമുക്ക് ഞങ്ങൾ എല്ലാ നിസ്കാരത്തിലും ദുആർക്കിടതായ ഒരു ഞങ്ങൾ ഫാത്തിഹ ഓതറിട്ടിക്കറ അതിൽ ഞങ്ങൾ എപ്പം ചെല്ലതൊരു ആയത്തടിക്കറ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലാഹുവേ നീ ഞങ്ങളോ ഹിദായ അതായത് സിറാത്ത് നേർമാർഗ്ഗം കിട്ടിയ ആൾക്കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണ്ട റബ്ബേ. അതേപോലെ ഞങ്ങൾ നിൻ്റെ അർസ കിട്ടിയ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണ്ട, നിൻ്റെ അതേപോലെ തെറുത്തപ്പി പോയ കൂട്ടത്തോ ആൽമാർ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണ്ട ചെന്ത് അതെടുക്കര് അർസ നേടിയ യഹൂദിമാറും എൽമിന്തും അമലാക്കാത്തങ്ങ. അതേപോലെ തെറുത്തപ്പി പോയങ്ങ നസ്രാനിമാരടിക്കാർ നസാറമാർ അങ്ങ അമലാക്കിയാർ ചുമ്മ ധാരാളമായിട്ടുള്ള അമലാക്കിയാർ മാത്രം ഓർക്കത്തും എൽമില്ല ಅಂತ എൽമില്ല ഒരു ജഹലുടെ അടിസ്ഥാനത്തിൽ അടിക്കരുത്, എൽമില്ലാത്ത ഒരു അവസ്ഥയിൽ അടിക്കരുത് അങ്ങ് അമലാക്കിയതും. അപ്പോൾ ആ കാരണം കൊണ്ട് അങ്ങ് തെറുത്തപ്പി പോയാർ സഹോദരന്മാരെ. ഞങ്ങൾ മഹാനായിട്ടുള്ള സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അതിൽ ചെന്നൊരു പൽക്കടിക്കരുത്. ഞങ്ങൾ ഈ ഉമ്മത്തിൽ ഈ 2 കൂട്ടമുണ്ട്, അള്ളാഹുടെ അർസ നേടിയവും അതേപോലെ ഈ അള്ളാഹുടെ ഈ തെറുത്തപ്പി പോയ യഹൂദി നസ്രാനി പോലത്തെ ഈ 2 കൂട്ടം ഉമ്മത്തിലുണ്ട്. ആരടിക്കാറ് ഇത് ഇൽമിൻ അമലാക്കത്തവും അതേപോലെ അമലാക്കിയാർ ഇൽമില്ലാണ്ട് അവസ്ഥയിൽ അങ്ങ് അമലാക്കിയാർ. അപ്പോൾ ഈ 2 കൂട്ടം ഞങ്ങൾ ഉമ്മത്തിലുമുണ്ട്. ഞങ്ങൾ അങ്ങനെ ആവാണ്ടിക്കോണം. ഇസ്ലാം എന്തായിരിക്കരുത് ഞങ്ങൾ എൽമിൻ്റെ മേലും ഞങ്ങൾ അമലാക്കുമ്പോൾ ഞങ്ങൾ എൽമുള്ള ഒരു അവസ്ഥയിലെടുക്കുക ഞങ്ങൾ അമലാക്കണായത് നോക്കൂ. അപ്പം ഇത് സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെല്ലാം വിഷയമുണ്ടോ അത് ഞങ്ങൾ പഠിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ. നോക്കൂ, നോമ്പ് ഈ സൗമ് ചെല്ലത് അതൊരു ഭാഷപരമായിട്ടുള്ളത് ഒരർത്ഥ ഇംസാക്കടി പിടിച്ചു വെക്കുന്നതായിരിക്കും. അത് എല്ലാ ബസ്സിലും ഇത് പിടിച്ചു വെക്കുന്നത് അതായിരിക്കും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നമുക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാടിയതും ഇന്നി നദറതു ലിർറഹ്മാനി സൗമ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആലഗു ನಾನು ನೋಂಬು ಚೆಲ್ಲ ನೇರ್ಚೆ ಬಿಚ್ಚರ അവിടെ ಸೌಮು ಚೆಂತ ಉದ್ದೇಶಿಕ್ಕಡದು ಪಲ್ಕತ್ ನಿಂತು ನಿಪ್ಪಾಟ ಪಲ್ಕ ಬೆಡ್ಚಿ ಬೇಕಿಡದು ನಿಂತು പൽക്കാരി ആണ്ട് ഇക്കടത് നിന്നു നേർച്ച പിച്ച ചെന്തടിക്കർ അയിമ അവിടെ ചെല്ലത് അതടിക്കർ ഭാഷാപരമായിട്ടുള്ളത് ഒരു അർത്ഥം. ഇനി ദീനുൽ ഇസ്ലാം ഈ ഇബാദത്തുകളുടെ അർത്ഥ ദീനുൽ ഇസ്ലാം എന്ത് ചെന്നിട്ടെങ്കിൽ التعبد لله سبحانه وتعالى بالإمساك عن الأكل والشرب وسائر المفطرات من طلوع الفجر إلى غروب الشمس. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് എടുക്കുക ഇങ്ങനെ ബിൽ ഇംസാക്കി അനിൽ അക്ലി വശുർബി, അതായത് തിന്നുന്നിന്തും കുടിക്കുന്നിന്തും ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എടുത്തുകൊണ്ട് അത് ബുട്ടിനിക്കിടും, അത് പിടിച്ചു പോയിക്കിടും, തിന്നാണ്ടിക്കിടും. വസായിൽ മുഫത്തിറാത്ത്, അതേപോലെ നോമ്പ് മുറിക്കൽ എന്തെല്ലാം ഉണ്ട് എല്ലാ നോമ്പ് മുറിக்கிறതായ അവസ്ഥയിൽ നിന്നിട്ട് ഞങ്ങൾ പിടിച്ചു വയ്ക്കും നിൽക്കിടും, അത് ഞങ്ങൾ സ്വീകരിക്കാണ്ടിക്കിടും. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, അതായത് ഫജ്ർ പിടിച്ചിട്ട് മഗ്രിബ് തോൽ, അതായത് സൂര്യ ഉദയിക്കർ പിടിച്ചിട്ട് സൂര്യ അസ്തമിക്കലോടത്തോളം ഈ മുദ്ദത്ത് ഈ ടൈമിൽ ഇടയിലുള്ളത് ഈ ടൈമിൽ ഞങ്ങൾ എന്താക്കിടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് എങ്ങനെ എടുക്കുക ചെന്നിട്ടായെങ്കിൽ ഞങ്ങൾ തിന്ന് നിന്തും കുടിക്കുക നിന്തും അതേപോലെ നോമ്പ് മുറിക്കുക എല്ലാ ബസ്സിൽ നിന്നും ബുട്ടിനിട്ട് ഇതെടുക്കൽ നോമ്പിടോ ഉള്ളതായ താരീഫ് റമദാൻ തിങ്കൾ ഈ നോമ്പ് ചെന്ന് എന്താ ഉദ്ദേശിക്കട്ടെ നിന്നിട്ട് ആ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ റമദാൻ തിങ്കളിലോ എല്ലാ വിഷയ ಅದಕ್ಕುള്ളത് അഹ്കാം ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ എന്തെല്ലാം ವಿಷಯ ಉಂಟಾ ಅದು ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞു വേണം. എന്നുവെച്ചാൽ നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്തിനെന്തല്ല നോമ്പ് മുറിട് എന്തിന് നോമ്പ് മുറില്ല ചെന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞു വേണം സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക്
ഇൽമു കിട്ടും, അതേപോലെ അതേപോലെ അമലാക്കുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന് നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.